നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്റ്റൺ വില്ല മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഇന്ന് നടന്ന ലൈവില് ഒരുപാട് ലിവർപൂൾ ഫാൻസ് ഇന്ന് ആർസണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുള്ള കാര്യം ചാറ്റിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ 2-0 ലീഡ് ഉണ്ടായിരുന്ന ആർസണൽ കളി അവസാനിക്കുമ്പോൾ 2-2 എന്ന രീതിയിൽ സമനിലയിൽ പിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് ലിവർപൂളിന് സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവർ ബ്രെൻഫോർഡിനെതിരെ ഇഞ്ചുറി ടൈമിലേക്ക് എത്തുമ്പോൾ 0-0 എന്ന നിലയിൽ സമനിലയിലായിരുന്നു. പക്ഷെ ന്യൂനസിനെ ഇറക്കി ന്യൂനസ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. 2-0 ലിവർപൂൾ ഇന്ന് ജയിച്ചത്. ആ ഒരു മെന്റാലിറ്റി ഡിഫറൻസ് ആർസണൽ സ്ക്വാഡിൽ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇന്ന് എടുത്തു പറയേണ്ട കുറച്ച് പെർഫോമൻസുകളുണ്ട്. ഒന്ന് ട്രൊസാഡ് ഇന്ന് ലെഫ്റ്റ് വിങ്ങിൽ അടിപൊളിയായിട്ട് കളിച്ചു. 2 അസിസ്റ്റ് അടക്കം 3-4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ട്രൊസാഡിന്റെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് കളിയുടെ ആദ്യഘട്ടത്തിലൊക്കെ 1-2 കിടിലൻ ചാൻസുകൾ മാർട്ടിനെല്ലി ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ ഷോട്ട് എമി മാർട്ടിനസ് സേവ് ചെയ്തു. മാർട്ടിനസ് ഇന്ന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരു 3-4 സേവ് ഒക്കെ ഫസ്റ്റ് ഹാഫ് തന്നെ പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അധികം വൈകാതെ 35-ാമത്തെ മിനിറ്റിൽ മാർട്ടിനെല്ലിക്ക് മറ്റൊരു ചാൻസ് കിട്ടി. ട്രൊസാഡിന്റെ ഒരു സ്ക്വയർ ബോൾ ബോക്സിലേക്ക് വന്നു. ഈ ഒരു ഷോട്ട് എമി മാർട്ടിനസ് സേവ് ചെയ്തു. പക്ഷേ ബോൾ വീണ്ടും ബോക്സിലേക്ക് എത്തി. മാർട്ടിനസ് അത് പുറത്തേക്ക് തള്ളിയെങ്കിലും അത് ഗോൾ ലൈൻ ക്ലിയർ ചെയ്തിരുന്നു. അങ്ങനെ 35-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർ കളിക്കാൻ തുടങ്ങി. ഇന്നത്തെ സ്റ്റാറ്റൊക്കെ നോക്കുമ്പോൾ 66% പൊസിഷൻ ആർസണലിന്റെ കയ്യിലായിരുന്നു. 18ഓളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആർസണൽ സൈഡിൽ നിന്ന് കണ്ടു. ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാൻസുകളൊന്നും ആസ്റ്റൺ വില്ല ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഉനൈ എംറി വളരെ കോഷ്യസ് ആയിട്ടാണ് അറ്റാക്കിലേക്ക് ആൾക്കാരെ പുഷ് ചെയ്തിട്ടുള്ളത്. മാത്യു കാഷ് മിഡ്ഫീൽഡൊക്കെ ഫിസിക്കലി 3-4 പ്രാവശ്യം ഫൗളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 20 മിനിറ്റിൽ 4 ഫൗളുകളൊക്കെയാണ് ആസ്റ്റൺ വില്ല സൈഡിൽ നിന്ന് വന്നത്. വാട്കിൻസിന് ഒന്നൊരു ഹാഫ് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങി അധികം വൈകാതെ ട്രൊസാഡിന്റെ മറ്റൊരു മുന്നേറ്റം നമ്മൾ കണ്ടു. ലെഫ്റ്റ് വിങ്ങിലൂടെ മറ്റൊരു സ്ക്വയർ പാസ് ബോക്സിലേക്ക് ഇട്ടു. ഇവിടെ കായ് ഹവേർട്സിന്റെ മൂവ്മെന്റ് എടുത്തു പറയണം. പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ എമി മാർട്ടിനസ് തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് എത്തി. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് 2-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയാണ്. ഇനി ചെയ്യേണ്ടത് ഗെയിം മാനേജ്മെന്റും ഡിഫൻസിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെയാണ്. ഡിഫൻസ് നമുക്കറിയാം, ആർസണലിന് ബെറ്റർ ആയിട്ടുള്ള ഡിഫൻസീവ് പ്ലെയർ ഉണ്ട്. അതിനെ മാനേജ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ വിത്തിൻ 10-15 മിനിറ്റ്സ് വില്ല കളിയിലേക്ക് തിരിച്ചു വന്നു. 2 കിടിലൻ ഗോളുകൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ടിലമെൻസ് ഒരു 2ഓളം കിടിലൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ ഒരു ഷോട്ട് ഫ്രെയിമിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയി. പിന്നീട് ബോക്സിലേക്ക് വന്നൊരു പന്ത് ടിലമെൻസ് അറ്റാക്ക് ചെയ്തു. മെറീനോ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അതൊരു ഓൺ ഗോൾ ആണ്. പക്ഷേ ടിലമെൻസിന്റെ ഒരു ഫിനിഷിംഗ് വന്നതോടെ 2-1 ആസ്റ്റൺ വില്ല കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഔട്ട് ഓഫ് നോവെയർ മാത്യു കാഷ് റൈറ്റ് വിങ്ങിലൂടെ ഒരു ക്രോസ് ബോക്സിലേക്ക് ഇടുന്നു. 2 പ്ലേയേഴ്സ് ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒലി വാട്കിൻസ് ക്ലീൻ ടച്ചിലൂടെ ആ ഒരു പന്ത് ഗോളാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ 2-0 പിറകിൽ നിന്ന് ആസ്റ്റൺ വില്ല 2-2 കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് ആർസണൽ ഒരു പാനിക് മോഡിലേക്ക് പോയി. ഒന്നിന് പിറകെ ഒന്നായിട്ട് ചാൻസുകൾ വന്നുകൊണ്ടിരുന്നു. മെറീനോയുടെ 2ഓളം ഷോട്ടുകൾ എടുത്തു പറയണം. പുള്ളി ബോക്സിന് പുറത്തുനിന്ന് അറ്റംപ്റ്റ് ചെയ്ത ഒരു ഷോട്ട് ഫ്രെയിമിൽ തട്ടി പുറത്തേക്ക് പോയി. മറ്റൊരു ഷോട്ട് ഗോളായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കായ് ഹവേർട്സിന്റെ കൈ അവിടെ പണി തന്നു. മെറീനോയുടെ സെലിബ്രേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കാരണം കായ് ഹവേർട്സിന്റെ കൈ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ടാണ് പോസ്റ്റിലേക്ക് എത്തിയത്. അങ്ങനെ 3-2 88 മിനിറ്റിൽ നിന്നിരുന്ന ആർസണലിന് ആ ഗോള് പോകേണ്ടി വന്നു. 2-2 തിരിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഒരു 10 മിനിറ്റോളം ഇഞ്ചുറി ടൈം ആർസണലിൽ കിട്ടി. കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ഇവിടെ ട്രൊസാഡിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഓഫ്സൈഡ് ആയിരുന്നു. പുറത്തു നിന്ന് ഡെക്ലൻ റൈസ് ഒരു ഷോട്ട് എടുത്തു. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. 1-2 ക്രോസുകൾ ബോക്സിലേക്ക് എത്തി. സെറ്റ് പീസിന് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ
ക്ലിയർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ഉനോ എംറിക്കും ടീമിനും കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അവസാനത്തെ 10 മിനിറ്റിൽ ഡ്യൂറാനൊക്കെ വില്ല കൊണ്ടുവന്നു. പക്ഷേ പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 1-2 കൗണ്ടർ അറ്റാക്കിംഗ് മൂവ്സ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഡേവിഡ് റായക്കും ഡിഫൻസിനും കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ലിവർപൂള് കയ്യിലുള്ള മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 പോയിന്റിന്റെ ഒരു ലീഡിലേക്ക് എത്തുന്നുള്ള സിറ്റുവേഷനിലാണ്. ഇപ്പോൾ പലപ്പോഴും ഓപ്പർച്യൂണിറ്റി ആർസണലിനെ തേടി എത്തുമ്പോൾ ഇതുപോലുള്ള റിസൾട്ടുകൾ അവരെ പിറകിലോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ വർഷത്തെ ടൈറ്റിൽ ചലഞ്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയേണ്ടി വരും. കാരണം ആർസണലിന്റെ മെന്റാലിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാർത്തിട്ടയുടെ മുഖമൊക്കെ കണ്ടാൽ മനസ്സിലാവും വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ആർസണൽ ഫാൻസ് ഒക്കെ ഫ്രസ്ട്രേഷൻ കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.